നമ്മളെ വീക്ക് സൈക്കിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡേ ഏതാ ചോദിച്ചാൽ ഞാൻ പറയും സൺഡേ ആണെന്ന്. കാരണം സൺഡേ ഞാൻ വീട്ടിലുണ്ടാകാറില്ല. അപ്പോൾ ഇന്നും നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ സൺഡേ എന്ന് പറയുമ്പോൾ കുറച്ചൊരു ക്വാളിറ്റി ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഡേ അല്ലേ. ഏട്ടന് വർക്കൊന്നും ഉണ്ടാവാറില്ല. അപ്പം കണ്ണന് കാറ് കണ്ട അപ്പം കയറണം. അപ്പം നമുക്കിന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷനാണുള്ളത്. ഫാമിലിയിൽ തന്നെയായിരുന്നു. അപ്പോൾ കണ്ണൻ എന്നോട് കുറേ നേരം ഡോർ ഓപ്പൺ ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഞാൻ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തു. അവനെ അങ്ങോട്ട് കയറ്റിയിരുത്തി. അപ്പോൾ അമ്മയും ബാക്കിലായിരുന്നത്. ഇനി ഏട്ടനൊരു ഡ്രൈവർ ഫീലിംഗ് ഒന്നും തോന്നുന്നുണ്ടല്ലോ. അപ്പം ഞാൻ മുന്നിൽ കയറിയിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ യാത്രയായി. യാത്ര പോകാനുള്ള യാത്രയൊന്നുമില്ല, നടക്കാനുള്ള ദൂരമുള്ളൂ. പിന്നെ കാറൊക്കെ എടുത്തല്ലേ കുറച്ച് ഷോ ഓഫൊക്കെ ആവും. അങ്ങനെ നമ്മൾ ഷോപ്പിൽ കയറിയപ്പോഴാണ് അവിടെ നമ്മൾ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവർക്ക് എടുക്കുന്ന ടൈം കൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ അവിടെ മിറർ കണ്ടത്. സെൽഫായിട്ട് ഫോട്ടോ എടുക്കാൻ കണ്ടപ്പോഴാണ് എനിക്കൊരു യാഥാർത്ഥ്യം മനസ്സിലായത്. ഞാൻ ഭയങ്കര കൊണ്ടുപണിയായിരിക്കുന്നു. ന്യൂ ഇയർ ഒക്കെ ആവട്ടെ, നമുക്ക് വർക്കൗട്ടിന് പോകാം. ഫസ്റ്റ് കുറേ ഡ്രസ്സൊക്കെ കാണിച്ചു തന്നു. അതെനിക്ക് വലിയ ഇഷ്ടം തോന്നിയില്ല കേട്ടോ. എനിക്കിഷ്ടമായില്ല. അപ്പോൾ പിന്നെ അടുത്ത സെറ്റ് എടുത്ത് കാണിച്ചു തന്നു. ഇതിലെ ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, അയ്യോ ഇതൊക്കെ കണ്ണൻ്റെ ഡ്രസ്സുകളല്ലേ എന്ന്. അപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞു, നമ്മൾ കണ്ണന് ഡ്രസ്സ് എടുക്കാൻ വന്നതല്ല, ബർത്ത്ഡേ ബോയ്ക്ക് എടുക്കാൻ വന്നതാണ്, അവന് ചേരുന്ന ഏതെങ്കിലും എടുത്തു. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്തോട്ടോ ഇതിലേതാ എടുത്തതെന്നുള്ളതൊക്കെ. അപ്പം നമ്മൾ ഇതിന്നൊരു ഡ്രസ്സും വാങ്ങി നമ്മൾ ഫംഗ്ഷനിലേക്ക് വിട്ടു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബർത്ത്ഡേ ബോയ് വേദുമോൻ. അപ്പം ആളെൻ്റെ അടുത്ത് വരുന്നതന്നെയല്ല, പക്ഷേ ഞാൻ വിടമാട്ടെ. അങ്ങനെ ആളെ ഞാൻ പിടിച്ചു പറിച്ചിട്ടുണ്ട്. ആൾക്ക് എൻ്റെ അടുത്ത് ഇരിക്കാൻ തീരെ താല്പര്യമില്ല. എത്ര ചിരിക്കാൻ പറഞ്ഞിട്ട് ചിരിക്കൊന്നുമില്ല. എന്തൊരു ആറ്റിറ്റ്യൂഡാണ്. പിന്നെ ആൾ അമ്മയെ കാണാൻ വേണ്ടി കുറേ കരഞ്ഞു. അപ്പോൾ എൻ്റെ കണ്ണൻ എന്താ പരിപാടി വെച്ചാൽ അവൻ വേദുട്ടൻ്റെ ടോയ്സൊക്കെ എടുത്ത് കളിക്കുകയാണ്. വീട്ടിൽ എത്ര ടോയ് ഉണ്ടെങ്കിലും അവൻ കളിക്കില്ല കേട്ടോ. അപ്പം നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് 1, 2, 3, 4 ഗ്ലാസ് ഞാൻ കുടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഗ്ലാസ് ഞാൻ വീട്ടിൽ എടുത്തിട്ടുള്ളൂ. പിന്നെ കേക്ക് മുറിയായി. കേക്ക് തിന്നൊന്നും എടുത്തിട്ടില്ല, കാരണം ഭാര്യ വലിച്ച് കഴിച്ചിട്ടുണ്ട്. പിന്നെ കണ്ണൻ കളിക്കുകയാണ്. അമ്മയും ഗ്യാങ്ങും ഡിസ്കഷനിലാണ്. എനിക്കിതിൽ റോളൊന്നുമില്ല. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴാണ് നമുക്കൊരു പ്ലാൻ തോന്നി സിനിമയ്ക്ക് പോകാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ കണ്ണനെ വീട്ടിലാക്കിയിട്ട് രാമനാട്ടുകര സുരഭി മോളിലെത്തി സിനിമയ്ക്ക് പോവുകയാണ്. അപ്പോൾ ടിക്കറ്റ് നമ്മൾ വീട്ടിൻ്റെ ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ സിനിമ കാണാൻ വേണ്ടി കയറാൻ പോകും. പക്ഷേ ഏട്ടന് തീരെ താല്പര്യമില്ലായിരുന്നു സിനിമയ്ക്ക് വരാൻ. പിന്നെ കുറച്ച് ദിവസങ്ങളായി ഞാൻ ഭയങ്കരമായി പുഷ് ചെയ്ത് ഇന്നെത്തിച്ചതാണ്. അപ്പോൾ നമ്മൾ സിനിമ തിയേറ്ററിൽ കയറി നമുക്ക് ഷോ കാണാം. അപ്പോൾ മാർക്കോ നല്ല പടങ്ങൾ തന്നെ കേട്ടോ. സെക്കൻഡ് ഹാഫിൻ്റെ അമ്മച്ചി എൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ, ഞാൻ കിളി പോയിട്ടുണ്ട്. കാണാൻ എനിക്കുള്ള ത്രാണിയില്ലായിരുന്നു. നമ്മൾ പിന്നെ കാറെടുത്തു. തിരിച്ചു പോകുമ്പോഴാണ് ഞാനൊരു യാഥാർത്ഥ്യം മനസ്സിലായത്. രാത്രിയായിരിക്കുന്നു. അപ്പോൾ ഭയങ്കര ബ്ലോക്കാണ് രാത്രി പ്രത്യേകിച്ച്. അപ്പോൾ കണ്ണ് നമ്മളെ കാത്തിങ്ങനെ നിൽക്കാം കേട്ടോ. കാറിൻ്റെ ശബ്ദം